അല്ലുക്കുട്ടാ എന്താ അച്ഛൻ്റെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നു? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഏടത്തിയമ്മ ഉണ്ട് ഇവിടെ. ഏടത്തിയമ്മനെ കാണിക്കുക. ഞങ്ങൾ ചായ കുടിച്ചതിൻ്റെ ഇതാണ് കാണുന്നത്. അടുക്കളയിൽ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചതിൻ്റെ, പിന്നെ അതേപോലെ വാവയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കേട്ടോ. അപ്പോൾ ഏടത്തിയമ്മ വാവേനെ വിളിക്കുക കേട്ടോ. അവൻ ഓട്ടോറിക്ഷയിൽ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഏടത്തിയമ്മ ഞാൻ താഴെ ക്ലീൻ ചെയ്യുമ്പോൾ ഏടത്തിയമ്മ മേലെ ക്ലീൻ ചെയ്യും. ഞാൻ മേലെ ക്ലീൻ ചെയ്യുമ്പോൾ ഏടത്തിയമ്മ ഇവിടെ ക്ലീൻ ചെയ്യും അല്ലേ ഏടത്തിയമ്മ? അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളെ കാണാം കേട്ടോ. ഞങ്ങൾ അടുക്കളയൊക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും അല്ല ഞങ്ങൾ അടുക്കള അല്ലേ ഏടത്തിയമ്മ? അപ്പം എന്താ ഇപ്പം ഏടത്തിയമ്മ ചെയ്യണേ? വാവേൻ്റെ ബാക്കി വന്ന ഫുഡ് ഏടത്തിയമ്മ എന്തത് രാഗിയോ? രാഗി കാച്ചി കുടിക്കാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുക കേട്ടോ ഏടത്തിയമ്മ. അപ്പം ഞങ്ങൾ അത് കുടിച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും അല്ലേ ഏടത്തിയമ്മ? ഞങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. ഞാനും ഭംഗിയൊന്നുമില്ല. അപ്പൊ വാവേനും കൂടി കാണിക്കാം കേട്ടോ നമ്മള്. അല്ലുക്കുട്ടാ എന്താ അച്ഛൻ്റെ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നു? ഇതാരാണ്? ശുണ്ടരക്കുട്ടൻ ആരാണ്? അവിടെ കളിക്കട്ടെ. ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കല്ലിൻ്റെ കിടക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ രാഗി ഇവിടെ റെഡിയായി. എനിക്കുള്ളത് പോലെ തന്നെ എടുത്ത് വയ്ക്കും. അങ്ങനെ ഞാൻ ഹോളിൽ എന്ത് ചെയ്തു, അടിച്ചു വാരാനൊക്കെ നിന്നു കേട്ടോ. അല്ലൂട്ടൻ്റെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ച് അടിച്ചു വാരി. അതിൻ്റെ ഇടയിൽ അച്ഛൻ വിളിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചതാട്ടോ അച്ഛനെ. ഇവിടെ ഏടത്തിയമ്മ പാത്രങ്ങളൊക്കെ ഒതുക്കി കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഏടത്തിയമ്മ കഴുകുമ്പോൾ ഞാനിവിടെ അടിച്ചു വാരി കംപ്ലീറ്റ് ആക്കി. അതേപോലെ തന്നെ ഒരുപാട് അടിച്ചു വാരാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അടിച്ചു വാരുമ്പോൾ നല്ല ക്ലീനോട് അടിച്ചു വാരണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് തൃപ്തി വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം അടിച്ചു വാരി എനിക്ക് മനസ്സിന് ഓക്കെയാണ്, ഞാൻ ക്ലീൻ ചെയ്ത് ഓക്കെയാണ് എന്ന് എനിക്ക് തോന്നണം. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി അഴിഞ്ഞു. അപ്പോൾ ഞാനത് കെട്ടിവെച്ചിട്ട് വീണ്ടും അടിച്ചു വാരാൻ നിന്നു കേട്ടോ. അപ്പോൾ പതുക്കെ അടിച്ചു വാരി വരുന്നത് ഓരോ റൂമും ഹോളും പിന്നെ സിറ്റ് ഔട്ട് അങ്ങനെയൊക്കെ പതുക്കെ അടിച്ചു വാരി വരുന്നത്. അങ്ങനെ അല്ലൂട്ടൻ പെട്ടെന്ന് എണീറ്റു. അപ്പോൾ അവനെ വീണ്ടും അമ്മ തൊട്ടിയിൽ നിന്ന് എടുത്ത് ഉറക്കി. ഇവിടെ എടുത്തമ്മ വെള്ളം നിറച്ച് വെക്കുക കേട്ടോ. തുടയ്ക്കുകയാണ്. ഞാൻ അന്നേരം മുറ്റടിച്ച് വരാൻ നിന്നു. സ്വതവേ എടുത്തമ്മയാണ് മുറ്റടിച്ച് വരാറ്. ഇന്ന് ഞാൻ അടിച്ച് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ച് വാരുന്നു മുറ്റം. അത് കഴിഞ്ഞിട്ട് എടുത്തമ്മ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പതുക്കെ ഞാൻ പറഞ്ഞല്ലോ എന്ന് എനിക്ക് ഭയങ്കര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കറ്റാർവാഴയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയിൽ കൂടെ കെയർ ചെയ്താട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏടത്തിയമ്മ മേലെഴുകി വന്നു കേട്ടോ. ഏടത്തിയമ്മ മേലെഴുകി വന്നു. മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെക്കുക കേട്ടോ. ഞങ്ങൾ ക്ലീൻ ചെയ്യുന്ന മുന്നേ മുടിയൊക്കെ ഒന്ന് ഒതുക്കും. പക്ഷെ ഇന്ന് സമയം കിട്ടിയില്ല മുടിയൊന്നും കെട്ടിവെക്കാൻ. അതുകൊണ്ട് മേല് കഴുകിയതിന് ശേഷം മുടിയൊക്കെ കെട്ടിവെച്ചത്. അങ്ങനെ ഞാൻ മേല് കഴുകാൻ പോയിട്ടോ. ഏടത്തിയമ്മേൻ്റെ മേല് കഴുകൽ കഴിഞ്ഞിട്ട് ഞാൻ മേല് കഴുകാൻ പോയി. അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്ന് ക്രീമൊക്കെ തേക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് താഴത്തേക്ക് വന്നു കേട്ടോ. താഴത്തേക്ക് അല്ലൂട്ട് അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് താഴത്തേക്ക് വന്നു. അപ്പോൾ അവൻ ഫുഡൊക്കെ കഴിച്ച് മേലൊക്കെ കഴുകി വന്നു. അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചതൊക്കെ നോക്കുക കേട്ടോ. പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എവിടെ ചോദിച്ചപ്പോൾ അമ്മ അമ്പലത്തിൽ പോയി ആയിരുന്നു. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ.
അപ്പോഴത്തേക്ക് അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പോവാറുണ്ട്. ഇപ്പം അല്ലൂട്ടുള്ളത് കൊണ്ട് സമയങ്ങളൊക്കെ വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് ഒന്നിനും പെട്ടെന്ന് പോകാനും വരാനൊന്നും കഴിയില്ല. അങ്ങനെ അമ്മ വന്നിട്ട് എന്താണ് അമ്പലത്തെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ വന്നു. അല്ലൂട്ടൻ കിടന്നു. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈവനിങ് തൊട്ട് നൈറ്റ് വരെ നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.